Every Christian has to go through test. Every single believer has to go through test. എല്ലാ വിശ്വാസികളും ഓരോ ടെസ്റ്റിൽ കൂടി കടന്നു പോകും. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ പല ടെസ്റ്റുകൾ ഉണ്ടാകും. അതിന് പേര് പലതുമായിരിക്കും. നമ്മൾ വെനസ്ഡേ ചിന്തിച്ചായിരുന്നു, ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ടെസ്റ്റ്. ചരിത്രത്തിനകത്തുനിന്ന് ഓരോ സ്റ്റേറ്റ് ടെസ്റ്റുകൾ നമ്മൾ എടുക്കുന്നത്. ഇന്നലെ രാത്രിയിലും ഷായിച്ചാന്റെ ഭവനത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും വന്നു. ഉപവാസ പ്രാർത്ഥന നമ്മൾ കൂടി. ഇന്നലെ വൈകിട്ട് അതിൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ട് ഞാൻ അവതരിപ്പിച്ചായിരുന്നു. താങ്ക് യു ഫോർ ദ റെസ്പോൺസസ്. ഒത്തിരി പേര് റെസ്പോണ്ട് ചെയ്തു. താങ്ക് യു ഫോർ ദ റെസ്പോൺസസ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. രണ്ടാമത്തെ പാർട്ട് ഫെയിലിയർ ജീവിതത്തിൽ വരുന്നത് ഒരു വിശ്വാസി എങ്ങനെ അത് ഏറ്റെടുക്കണം, ഫെയിലിയർ ഏറ്റെടുക്കണം. ഇന്ന് നിങ്ങളോട് ചിന്തിക്കാൻ പോകുന്ന വേറൊരു മേഖലയില്ല, ചരിത്രത്തിനകത്തുനിന്ന് തന്നെ ഒരു ഭാഗം എടുത്തിട്ടാ. സോ ഐ എം ഗോയിങ് ടു ബ്രിങ് സംതിങ് ഫ്രം ഹിസ്റ്ററി. അഗൈൻ ദ തേർഡ് type of test that a Christian can go through, a believer can go through. And let this be, ഈ ടെർമിനോളജീസ് എടുക്കാൻ വേണ്ടി എനിക്ക് ഇച്ചിരി കഷ്ടപ്പെടേണ്ടി വന്നു. മലയാളത്തിൽ ആ കറക്റ്റ് ടെർമിനോളജി കിട്ടാൻ വേണ്ടി. സോ ഞാൻ ഇവിടെ റോങ് ആവുകയാണെങ്കിൽ യു ക്യാൻ കറക്റ്റ് മീ. ഓക്കെ, യു ക്യാൻ കറക്റ്റ് മീ വിത്ത് ദ ടെർമിനോളജീസ് ഇഫ് ദർ ഈസ് എനിത്തിങ് റോങ്. Can you go turn your Bible towards 1 Kings and chapter 19. നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്. 1 രാജാക്കന്മാർ 19-ാം അധ്യായം. And I will say this as a believer who goes through a test of discouragement. Yesterday was failure. Today is discouragement. അതിന്റെ റൈറ്റ് വൊക്കാബുലറി ഞാൻ മനസ്സിലാക്കിയത് നിരുത്സാഹപ്പെടുത്തുക. അതിന്റെ റൈറ്റ് ടെർമിനോളജി ഇതാണ്. കാരണം ഞാൻ ആദ്യം ചോദിച്ചത് നിരാശയാണെന്ന് പറഞ്ഞത്. നിരാശയല്ല അത്. ഇത് അധൈര്യപ്പെട്ടു പോകുന്നത്, ഡിസ്കറേജ്മെന്റ്, നിരുത്സാഹപ്പെട്ടു പോകുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ നാം എല്ലാവരും ഒരുപോലെ കടന്നു പോകേണ്ട ഒരു മേഖലയാ ഡിസ്കറേജ്മെന്റ്. No one in this room can say that I have never been to a place called discouragement. No one in this room, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ, no one in this room can say that I've never tasted failure, right? So no one in this room can ever say that I have never tasted discouragement. നിരുത്സാഹപ്പെടാനോ അധൈര്യപ്പെട്ട് ഞാൻ ഒരു നാളുമായിട്ടില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ദൈവം അനുവദിക്കുന്ന ഒരു ടെസ്റ്റാ നിരാശയല്ല, അധൈര്യപ്പെടുന്ന ഒരവസ്ഥ, ധൈര്യം ലൂസായി പോകുന്ന ഒരു സംഭവം. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 1, 2, 3, 4, 5, 6, 7, 8 വാക്യങ്ങൾ വേഗത്തിൽ. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ ഉണർന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് നേരെ 10ലേക്ക് പോയേക്കെ. അതിന് അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. We know the history. നമുക്ക് നല്ല ചരിത്രം അറിയാം. അതുകൊണ്ട് വേഗത്തിൽ പോകുക. ശ്രദ്ധിച്ച് നോക്കിക്കേ. Let me read a couple of verses. Verse number 1 and 2. And Ahab told Jezebel all that Elijah has done, also how he had executed all the prophets with the sword. And Jezebel sent a messenger to Elijah, saying, so let the gods do to me and more also, if I do not make your life as the life of one of them by tomorrow about this time. And when he heard this, in verse 5, as he lay and slept under a broom tree, suddenly an angel touched him and said to him, arise and eat. And verse number 9, and there he went to a cave and spent the night in that place. And behold, the word of the Lord came to him. He said to him, what are you doing here, Elijah? So he said, I have been very zealous for the Lord of God of hosts, for the children of Israel. For Israel have forsaken your covenant, torn down your altars, and killed your prophets with the sword. I am alone left,
and they seek to take my life. We know the story. Let me take you to a psychology of a person, of a believer, of a great prophet. ധൈര്യമുള്ള ഒരു പ്രവാചകൻ, ധൈര്യശാലിയായ പ്രവാചകൻ, രാജാവിന്റെ മുമ്പേ കടന്നു എന്ന് രാജാവിനോട് വിരൽ ചൂണ്ടി സംസാരിച്ച പ്രവാചകൻ. ഏത് രാജാവും ഭയപ്പെട്ടു പോകും, അതുപോലെ അധികാരത്തോട് വിരൽ ചൂണ്ടി സംസാരിച്ച പ്രവാചകൻ. ആ പ്രവാചകന്റെ ജീവിതത്തിൽ വന്നുപോയ ഒരവസ്ഥ ഡിസ്കറേജ്മെന്റ്. എന്താ അറിയാം? ഒറ്റ വാക്ക്. ഏതാ വാക്ക്? യെസബേലിന്റെ ഒരു വാക്ക്. നീ ഞങ്ങളുടെ പ്രവാചകന്മാരെ കൊന്നതുപോലെ നാളെ ഈ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ നിന്നെ ഞാൻ ബീഹഡ് ചെയ്തു. ഇത് കേട്ടോടുകൂടി ധൈര്യശാലിയായ പ്രവാചകന്റെ ധൈര്യം കെട്ടുപോയി. അവൻ ഡിസ്കറേജ് ആയിപ്പോയി. ഒരു ജുനിപ്പർ ട്രീ, ഒരു ബ്രൂം ട്രീന്റെ ആടെ പോയി ഇരുന്നു. അവിടെ ഇരുന്നിട്ട് താൻ പറയുക, ഞാൻ മാത്രം ഒരു ഹൈഡാകുന്ന അല്ലെങ്കിൽ പോയി പാത്തിരിക്കുന്ന, ഒളിവിലിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് താൻ കടന്നു വന്നു. ഇതിനെയാണ് ഞാൻ പറയുന്നത് ഡിസ്കറേജ്മെന്റ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, yesterday I just told you this, right? There are 5 kinds of fears, അല്ലേ? Fears. 5 രീതിയിലുള്ള ഭയങ്ങളുണ്ട്. 5 രീതിയിലുള്ള ഭയമുണ്ട്. ഏറ്റവും വലിയ ഭയം എന്തുവാ? Number 1, fear of criticism. Second, fear of rejection. Third, fear of pain. Fourth, fear of loss. And the last is fear of failure. ഈ ഫിയർ പല സമയത്തും നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഫിയറാണ്. ഇതെല്ലാം പല സമയത്തും പല സന്ദർഭത്തിലും ഉണ്ടാകുന്ന ഫിയറാണ്. രണ്ടാമത്തെ ഭാഗമാ ഇത്. നമ്മൾ ഇതിനെല്ലാം കൂട്ടിക്കുറച്ച് വെക്കണ്ട. രണ്ടാമത്തെ ഭാഗമാ അധൈര്യപ്പെടുന്നത്. നമ്മുടെ ജോബിൽ എത്രയോ സന്ദർഭത്തിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുള്ളത്, ചില വിഷയം വരുമ്പോൾ when you come across some problems and you feel like, man, I should quit this job. ചിന്തിച്ചിട്ടില്ല ഒരു പ്രാവശ്യം പോലും? ഈ സ്ഥലത്ത് നിന്ന് ക്വിറ്റ് ചെയ്യണം, ഈ ഫ്ലോറിൽ നിന്ന് ക്വിറ്റ് ചെയ്യണം, ഈ സ്ഥലത്ത് നിന്ന് ക്വിറ്റ് ചെയ്യണം. എന്തോ സംഭവമാണ്. We always feel that. And what is the real thing behind that? Quit ചെയ്യണം. It's not failure, it's discouragement. ഫെയിലിയർ മാത്രമല്ല, അധൈര്യമാണ്. ഏത് ക്രിസ്ത്യാനിയും ഏത് ബിലീവറും ഇന്നല്ല നാളെ തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ടെസ്റ്റ്, അധൈര്യത്തിന്റെ ടെസ്റ്റ്. നമ്മൾ പറയും, ദൈവം എന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അധൈര്യത്തോട്. ദൈവം ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെ ആ ബേൽ മുജേമാർ നമ്മൾ തന്നെ പറയും. എന്തുവാ, ഇങ്ങോട്ട് വന്ന എന്റെ അടുത്ത് തന്നെ വന്നേക്കാൻ പറയും. നമ്മൾ പറയും, ഹിന്ദിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. നമ്മൾ അധൈര്യം, ദൈവം നമ്മളെ വിടണമെന്നൊന്നുമില്ല. നമ്മൾ തന്നെ അധൈര്യത്തെ പല പ്രാവശ്യവും ഇങ്ങോട്ട് വിളിക്കുന്നതാ. ഒന്ന് ശ്രദ്ധിച്ച് ചിന്തിക്കാം, വചനത്തിൽ കൂടെ തന്നെ ശ്രദ്ധിക്കാം. അപ്പോ അധൈര്യം എന്നുള്ള ഇഷ്യൂ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. കർത്താവായി യേശു കർത്താവ് നമുക്ക് വേണ്ടി അധൈര്യം എന്നുള്ള ഇഷ്യൂവിൽ ഡീൽ ചെയ്യാൻ വേണ്ടി ഒത്തിരി മരുന്നുകൾ തരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, ഈ ഡിസ്കറേജ്മെന്റ്, when you feel discouragement means ധൈര്യം ശോഷിച്ചു പോകുന്നു, കറേജ് പോകുന്നു, you are losing your courage, you are somewhere going out. You know, one of the famous poet that we always remember, right? Who is that? Shakespeare. Do you know that at one point he decided to quit poetry? He decided. Raphael, you know him, right? A famous painter. At the age of 37 he died. But you know what? At the age of 30, even he started his painting when he was like 12 or 13. വെട്ടിക്കൻ സിറ്റിയിൽ മൊത്തം അദ്ദേഹത്തിന്റെ പെയിന്റിംഗ്. ഇന്നും മെയിൻ എല്ലാ പെയിന്റിംഗിലും താഴെ റഫായൽ നിങ്ങൾ കാണാറുണ്ട് മിക്കാറും. ഹി ക്വിറ്റ്. താൻ പറഞ്ഞു, എനിക്ക് ചെയ്യണ്ട ഈ പെയിന്റിംഗ്, താൻ നിർത്തി. പക്ഷെ ഇന്ന് വേൾഡ് എപ്പോഴും അറിയുന്ന ഒരു കാര്യം, all was because of one thing, discouragement. And God allows us all to go through this. Never think that God will never allow you to go through this place. Why God do this? There is an answer for that. നമുക്ക് പറയാം, ഈ ഡിസ്കറേജ്മെന്റ് പുതിയ നിയമത്തിൽ what New Testament defines about this thing. Can you go towards 2 Corinthians chapter 4 and verse 1? What New Testament says about this vocabulary called discouragement. ഈ അധൈര്യത്തിന് വേണ്ടി പുതിയ നിയമത്തിൽ പറഞ്ഞ വാക്കുകൾ 4-ാം അധ്യായം 1-ാം വാക്യം മലയാളത്തിൽ വേഗം വായിക്കാം. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ഞങ്ങൾ അധൈര്യപ്പെടാതെ. അപ്പോൾ അധൈര്യം എന്നുള്ള ഭാഗം പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് that means സാഹചര്യങ്ങൾ ഞങ്ങളെ അധൈര്യപ്പെടുത്തും, പക്ഷെ ഞങ്ങൾ
അധൈര്യപ്പെടാതെ. ഞങ്ങൾ അധൈര്യം വരുത്തില്ലെന്നല്ല, അധൈര്യം വരും, പക്ഷെ ഞങ്ങൾ we will try not to be discouraged. വേറൊരു ഭാഗമുണ്ട്, 4:16 വായിച്ചേ. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോട് കൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ. So New Testament also deals with the term called discouragement. New Testament also deals. Okay, let me tell you what are the 4 causes of discouragement. Why discouragement comes in our life. നമ്മുടെ ജീവിതത്തിൽ അധൈര്യം വരാനുള്ള 4 റീസൺ വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് നോക്കാം. Okay, ഒന്നാമത്തെ റീസൺ ഭയം, fear. The first reason why we are discouraged is fear. Can we go to Psalms 53 and verse 5? Psalms 53 verse 5. There were they in great fear where no fear was. For God has scattered the bones of him that encampeth against thee. Thou hast put them to shame because God has despised them. മലയാളത്തിൽ ഭയമില്ലാന്നിടത്ത് അവർക്ക് മഹാഭയം ഉണ്ടായി. ഈ ഭയം വരുമ്പോൾ സപ്പനായ chapter 3 and verse 16 അതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, Jerusalem, the time is coming when it will be said, don't be discouraged or grow weak from fear. 3:16 സപ്പനായ 3:16 എന്റെ കൂടെ ഒന്ന് വായിക്കാൻ വേണ്ടിയാ. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. സിയോനോട് അധൈര്യപ്പെടരുതെന്ന് പറയും. എന്തിനാ ആദ്യം പറഞ്ഞ എന്തുവാ? അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുത്, സിയോനോട് അധൈര്യപ്പെടരുതെന്ന് പറയും. ഭയം വരുമ്പോൾ ഒന്നാമത്തെ ഈ ഒരു കോസ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്, ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഭയം കയറിപ്പോയിട്ടുണ്ടെങ്കിൽ നാം അധൈര്യപ്പെടും. ഭയം ശുശ്രൂഷയോടാകാം, ഭയം വ്യക്തികളോടാകാം, ഭയം സാഹചര്യത്തോടാകാം, ഭയം കുടുംബത്തിന്റെ അവസ്ഥ നിമിത്തമാകാം, ഭയം ഫൈനാൻസിനെ കുറിച്ചാകാം. ഏത് ഭയവും നമ്മൾ മുമ്പേ കാണുമ്പോൾ നമ്മുടെ ധൈര്യം നമ്മളായിട്ട് മാറ്റും. So ഭയം is one, fear is the first cause. Second, we'll go fast. രണ്ടാമത്തെ കാര്യം fatigue, തളർച്ച എന്ന് പറയും. മലയാളത്തിൽ തളർച്ച അല്ലെങ്കിൽ ക്ഷീണം. നെഹമായ chapter 4 verse 10. ആൾക്കാർ അധൈര്യപ്പെട്ടു പോയതിന്റെ ഒരു റീസൺ ഇത്. നെഹമായ chapter 4 verse 10. And Judah said, ഇന്നലെ നമ്മൾ ഇത് വായിച്ച, the strength of bearers or burden is decayed. There is much rubbish so that we are not able to build the wall. മലയാളത്തിൽ എന്നാൽ യഹൂദിയർ ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനി വളരെ കിടക്കുന്നു, ആകയാൽ മതിൽ പണിയാൻ നമുക്ക് കഴിയുകയില്ല. മതിൽ പണിയാൻ പോകുന്ന ആൾക്കാർ അധൈര്യപ്പെടുന്നു. അവരെ ധൈര്യം ശോഷിച്ചു പോയി, അവരെ ധൈര്യം മാറിപ്പോയി. അതിന്റെ റീസൺ എന്തുവാ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവാ? അവർ ക്ഷീണിച്ചു പോയി, അവരുടെ ശരീരത്തിൽ ക്ഷീണമേറ്റു. ക്ഷീണം ഏൽക്കുമ്പോൾ അത് ശാരീരിക മാത്രമല്ല, ആത്മീകത്തിൽ എന്ന് ക്ഷീണം ഏൽക്കുന്നു, നമ്മുടെ ധൈര്യം, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ധൈര്യം മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, കോസ് ആദ്യം മനസ്സിലാക്കുക. എപ്പോഴൊക്കെ അധൈര്യത്തിൽ ഒരു വിശ്വാസി കടന്നു പോകുന്നു, എവിടൊക്കെയോ ആത്മീകത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്ഷീണം വരുന്നുണ്ട്. ക്ഷീണം രണ്ടാമത്തെ ഭാഗമാണ്. സോ മൂന്നാമത്തെ ഭാഗം വേഗത്തിൽ ഞാൻ കടന്നു പോകും, അതുകൊണ്ടാണ് പോകുന്നത്. മൂന്നാമത്തെ ഭാഗം ഫ്രസ്ട്രേഷൻസ്. എസ്രാ chapter 4 and verse 4. ഫ്രസ്ട്രേഷൻ, ഈ വാക്കാണ് ഞാൻ മലയാളത്തിൽ ഉപയോഗിക്കുന്നത്, നിരാശ. അതുകൊണ്ട് ആദ്യം ഞാൻ നിരാശ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നിരാശ വരുമ്പോൾ നാം അധൈര്യപ്പെട്ടു പോകാറുണ്ട്. ക്രിസ്ത്യ ജീവിതത്തിൽ പിശാച് നമ്മളെ തകർക്കാൻ നോക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് നിരാശ. ജീവിതത്തിൽ നിരാശ കൊണ്ട് നമ്മളെ അധൈര്യപ്പെടുത്തുന്ന ഒരു മൂന്നാമത്തെ ഫാക്ടർ. എസ്രാ 4:4. ആകയാൽ ദേശനിവാസികൾ യഹൂദ ജനത്തിന് ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു. ഇംഗ്ലീഷ് എഴുതിക്കുന്നത് ഇങ്ങനെ, and the people of the land weakened the hands of the people of Judah and troubled them in building. Right? In Isaiah 19 verse 3, I am going to frustrate the plans of the Egyptians and destroy their morale. Isaiah 19:3 എഴുതിക്കുന്നത്. In Hebrews chapter 12 and verse 3, think about Jesus. Can you go with Hebrew 12:3? Isaiah, we all know this very well-known verse. Isaiah 19:3. Can we go to Hebrew 12:3? Consider him who endured such oppositions from sinners, so that you will not grow weary and lose heart.
Think about Jesus who endured opposition from sinners so that you don't become tired and give up. You don't become tired, so lest ye be weird and faint. That is what we call a frustration. Let me tell you, brothers and sisters, in your Christian life, frustration can cause discouragement. Frustrations in your job, frustration in your personal life, frustration that you cannot earn, frustration that you are not able to do, frustration you thought this will happen and it didn't happen. അതുപോലത്തെ പല ഫ്രസ്ട്രേഷൻ നമ്മളെ ഡിസ്കറേജ് ചെയ്യാൻ പോകും. I told you, number 1, fear. Second, fatigue. Third, frustration. Fourth, and that is an important thing, that is forsakening. മലയാളത്തിൽ ഞാൻ ഡിക്ഷണറി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ പരിത്യാഗമായ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുക, പരിത്യാഗമായ, അബാൻഡൻഡ്, റൈറ്റ്? യേശു പോലും പറഞ്ഞ ഒരു വാക്ക് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള വാക്കാ. മാത്യു 27:46 എന്തുവാ? ഏലി ഏലി ലമാ ശബക്തനി. എന്റെ അർത്ഥം എന്തുവാ? മൈ ഗോഡ് why have you forsaken me? യേശുവിന്റെ കറേജ് ഊരിപ്പോകുന്നു അല്ലെങ്കിൽ മാറിപ്പോകുന്നു എന്ന നിലവാരത്തിൽ ചിന്തിക്കുന്ന ഒരു സമയമായിരുന്നു forsaken എന്ന് നമുക്കൊരു ഫീലിംഗ് വരും. കുടുംബത്തിൽ ഞാൻ forsaken, സഭയിൽ ഞാൻ forsaken, അല്ലെങ്കിൽ ജോലിയിൽ ഞാൻ forsaken, I have no values. ഓട്ടോമാറ്റിക്കലി ഈ ഡിസ്കറേജ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ വരും. ഇനി ദൈവാത്മാവ് പറയുന്നത്, ഇന്ന് ആരെങ്കിലും ഇതിൽ കൂടി കടന്നു പോയിട്ടുള്ളവരുണ്ടോ? അതോ ഇന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏത് ഫാക്ടറാണ് നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്നത് എന്നൊന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. We should really know, because if we need to fight against discouragement, we should really know what is discouraging you. There can be a lot of things. You are bringing all the things together and you cannot treat. For example, you are sick. Why do you go to doctor? You go to doctor to know exactly why I am sick. And unless you know the root cause of your sickness, you cannot be treated, right? This is exactly in spiritual things. Can we find out the root cause of our discouragement? Is it fear? Is it forsakenness? Is it somewhere with a fatigue? Is it frustration? And there is last one, but not the least, that is failure can discourage you. And we know this in Exodus chapter 18 and 18. Failure can discourage you. But this is not what my point is. When discouragement happens in one's life, what God is looking in your life, that is important. നമ്മൾ റൂട്ട് ഔട്ട് മനസ്സിലാക്കി, എന്തിനു വേണ്ടി ഡിസ്കറേജ്മെന്റ് വന്നു ഇത് മനസ്സിലാക്കി. പക്ഷെ ദൈവം എന്തോ ഉദ്ദേശിക്കുന്നത് ഈ ഡിസ്കറേജ്മെന്റ് അകത്ത്? ദൈവം ഇവിടെയാ എന്റെയും നിന്റെയും വിശ്വാസത്തെ ഒന്ന് അളക്കുന്നത്. ഇവിടെയാ ദൈവം എന്റെയും നിന്റെയും കമ്മിറ്റ്മെന്റിനെ ഒന്ന് അളക്കുന്നത്. ഇവിടെയാ ദൈവം എന്റെയും നിന്റെയും ദൈവാശ്രയത്തെ ഒന്ന് അളക്കുന്നത്. ദൈവമക്കളെ, ഈ നിരാശ വരുമ്പോൾ, ഈ ഡിസ്കറേജ്മെന്റ് വരുമ്പോൾ നാം എടുക്കുന്ന പല തീരുമാനങ്ങളുണ്ടല്ലോ, ആ തീരുമാനങ്ങളെല്ലാം തെറ്റായിട്ട് ദൈവം നമ്മളെ പല പ്രാവശ്യവും പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ വിളിച്ചെന്ന് പറയട്ടെ, ഡിസ്കറേജ്മെന്റ് കൂടി കടന്നു പോകുമ്പോൾ തീരുമാനമെടുക്കല്ലേ. ആ തീരുമാനത്തിനുള്ളിൽ ദൈവത്തിൽ ആഗ്രഹിക്കുന്നത് നിന്റെ കമ്മിറ്റ്മെന്റ്, നിന്നോടുള്ള വിളി, നിന്നോടുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, നിന്നോടുള്ള ദൈവത്തിന്റെ പ്ലാൻ, ഇതിൽ നിന്ന് നീ മാറിപ്പോകുന്നുണ്ടോ എന്ന ദൈവാത്മാവ് ഒന്ന് ശക്തമായി നോക്കുവാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. ഇനി what should I do? What is the response of word of God during discouragement? What should I do during discouragement? ഞാൻ ഡിസ്കറേജ്മെന്റിൽ പോകുമ്പോൾ ഞാൻ എന്തോ ചെയ്തത്? ഒന്നാമത്തെ കാര്യം first thing, 1 Samuel 30:6. 1 ശമൂവേൽ 30:6. ഞാൻ അധൈര്യത്തിന്റെ ഒരു ഫേസ് ഓഫ് ലൈഫിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തോ ചെയ്തു? David was greatly distressed because the men were talking of stoning him. Each one was bitter in spirit because of his son and daughter. David found strength in the Lord his God. David, in other translation, David encouraged himself in the Lord. വിശ്വാസികൾ ആദ്യം മനസ്സിലാക്കണം, എൻകറേജ്മെന്റ് കിട്ടുന്നത് മനുഷ്യരിൽ നിന്നല്ല, എൻകറേജ്മെന്റ് കിട്ടുന്നത് ദൈവത്തിൽ നിന്നാണ്.
ഏത് അധൈര്യത്തിന്റെ അടിത്തറ കിടക്കുവാണെങ്കിലും ആദ്യം ഒരു നല്ല അഭിഷിക്തനായ വിശ്വാസി മനസ്സിലാക്കേണ്ടത്, ലോകത്തിൽ ആശ്രയിച്ച് നിനക്ക് ഒരിക്കലും എൻകറേജ്മെന്റ് കിട്ടത്തില്ല. ഇനി ഒരാൾ എൻകറേജ് ചെയ്താൽ ആ വേർഡ് എൻകറേജ് നിന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് വിശ്വാസി ദൈവമക്കളായ നമ്മൾ യേശു കർത്താവിൽ അല്ലെങ്കിൽ നമ്മുടെ പിതാവാം ദൈവത്തിൽ നാം നമ്മളെ തന്നെ എൻകറേജ് ചെയ്യണം. ഹല്ലേലൂയ. അവന്റെ പ്രോമിസസിൽ നമ്മൾ തന്നെ എൻകറേജ് ആകണം. എപ്പോഴും വിശ്വസിക്കണം, എൻ്റെ ഡാഡി എന്നോട് കൂടെയുണ്ട്, എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ലോകത്തിൽ എല്ലാവരും മാറിപ്പോകുമ്പോൾ എപ്പോഴും മനസ്സിലാക്കണം, ആൾക്കാർ മാറിപ്പോകുന്നതല്ല, ദൈവം നിനക്ക് അങ്ങനൊരു സമയം തരുന്നതാ. അവിടെ നീ ദൈവത്തിൽ നിന്നെ തന്നെ, മലയാളത്തിൽ വായിക്കുന്ന അവൻ യഹോവയിൽ ധൈര്യപ്പെടുവാൻ പഠിക്കുന്നവൻ ഒരു നാളും മനുഷ്യന്റെ വാക്കിൽ അധൈര്യത്തിൽ എപ്പോഴും ഇരിക്കത്തില്ല. അധൈര്യം വരത്തില്ലെന്നല്ല, അധൈര്യം വരുമായിരിക്കും, പക്ഷെ അവൻ അറിയാം, he has learned to encourage himself in the Lord. Hallelujah. ഒരു നിമിഷം ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് പറയാൻ പറ്റുമോ, കർത്താവേ, give me that strength of God, because I am alone. ഞാൻ തന്നെയാ, എനിക്ക് ഒരു മനുഷ്യനെ വാക്ക് ധൈര്യപ്പെടുത്താനില്ല, എന്റെ കുടുംബത്തിൽ എന്നെ ധൈര്യപ്പെടുത്താനില്ല, ആരുടെ വാക്ക് എന്നെ ഈ സമയത്ത് ധൈര്യപ്പെടുത്തുകയില്ല. Can you give me that strength and spirit so that I can encourage myself in the Lord? Hallelujah. അങ്ങനെ ഒരു അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, ഹല്ലേലൂയ, നിരാശ വരുമ്പോഴും ഭാരം വരുമ്പോഴും നമ്മൾ മുമ്പേ വായിച്ചതുപോലെ ഏലിയാവ് കേവിനകത്തായിരിക്കുന്നത്, ഗുഹയ്ക്കകത്തായിരിക്കുന്നത്, യഹോവയിൽ ധൈര്യപ്പെടാൻ ആശ്രയിക്കാൻ തുടങ്ങുവാണെങ്കിൽ അവൻ ദൂതന്മാരെ തന്നെ അയച്ച്, ഹല്ലേലൂയ, സ്വർഗീയ ഭോജനം നൽകി അവന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുത്ത ആരാ? മനുഷ്യനല്ലാതെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തത്. എങ്ങനെ പറഞ്ഞു? അവൻ കിടക്കുമ്പോൾ ഏലിയാവിന് പറഞ്ഞു, ഏലിയാവ് എണ്ണീക്ക്, ദൂതൻ തട്ടി, ഏലിയാവ് എണ്ണീക്ക്, ഞാൻ നിനക്ക് വേണ്ടി കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ടെന്ന്. സ്വർഗീയ ഭോജനം നൽകി നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഏത് ധൈര്യത്തിന്റെ നിരാശന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് ഒന്ന് ദൈവമക്കൾ ഒരുമിച്ച് പറയണം, കർത്താവേ, give me that strength that I can encourage myself in you, O Lord. Amen. രണ്ടാമത്തെ കാര്യം, how can during discouragement what should I do? Second thing is 1 Peter chapter 5 and verse 12. It says that Silvanus helped me write this short letter, and I consider him as faithful follower of the Lord. I wanted to encourage you and to tell you how kind God really is, so that you will keep on having faith in him. മലയാളത്തിൽ നിങ്ങൾ പ്രബോധിപ്പിച്ചും നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നുവെന്ന് സാക്ഷീകരിച്ചും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ നിരൂപിക്കുന്ന സിൽവനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. അതിനകത്ത് മലയാളത്തിൽ റൈറ്റ് വേർഡ് കിട്ടിയില്ല. അവിടെ എഴുതിയിരിക്കുന്ന I wanted to encourage you to tell you how kind God is. That means discouragement മധ്യത്തിൽ ദൈവമക്കളെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒന്ന്, ദൈവത്തിൽ സന്തോഷിക്കുക. സെക്കൻഡ്, get to the scripture. ദൈവവചനത്തിൽ ഒന്ന് ഇറങ്ങിപ്പോണം. ഡിസ്കറേജ്മെന്റ് സമയത്ത് നാം മാഗസീൻ വായിച്ചാൽ, നോവൽ വായിച്ചാൽ എൻകറേജ് ആകത്തില്ല. ആ സമയത്ത് വായിക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. ഹലോ, എന്റെ കൂടെ ഉണ്ടോ ദൈവമക്കളെ? നമ്മളെല്ലാവരും കടന്നു പോകുന്ന സാഹചര്യമാണ്. When we go through discouragements, first thing is try to encourage yourself in the Lord. My Lord is with me. My Lord said this. My Lord showed me this. എന്നെ ഇങ്ങനത്തെ ദർശനം കാണിച്ചു, എന്നോട് ഇത് പറഞ്ഞു, എന്നോട് ഇത് എഴുതി, എന്നോട് ഈ പ്രോമിസ് തന്നു. Encourage yourself. And second thing, go to the word of God, because this is the one that will revive you, revitalize you. നമ്മളെ ഒന്ന് റിവൈവ് ചെയ്യുവാൻ ദൈവവചനമല്ലാതെ ഒന്നുമില്ല. ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? നിരാശയുടെ അടിത്തട്ടിൽ വേറെ എന്തെങ്കിലും വായിക്കാൻ പോയാൽ നിരാശ കൂടത്തേ ഉള്ളൂ, വേറെ നമ്മൾ നിരാശപ്പെട്ട് പോകത്തേ ഉള്ളൂ. ഫേസ്ബുക്ക് പേജും നമ്മുടെ ട്വിറ്റേഴ്സും ഒന്നും നമ്മളെ അതിൽ നിന്ന് പുറത്തിറക്കത്തില്ല. ഇറക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ വചനമാണ്. ചില സമയത്ത് we should hibernate ourselves into the word of God. ദൈവവചനത്തെ നമ്മൾ ഹൈബർനേറ്റ് ആകണം. ഒന്നും പുറത്ത് പറയാൻ അറിയത്തില്ല, ഒന്നും പ്രസംഗിക്കാൻ അറിയത്തില്ലായിരിക്കും, ഒന്നും പറയാൻ അറിയത്തില്ല, ഒന്നും പറയാത്ത, but get hibernate in the word of God, and this word will revive you. It will bring you back with power and courage. Amen. Third thing, what we should do. First thing, you encourage yourself in the Lord. Second thing, you read your word. Third thing, listen the voice of God. Do not listen the voice of men. Listen the voice of God. In 1 Kings chapter 19 and verse 12, right? 1 Kings 19 verse 12, and after the earthquake a fire, but the Lord was not in the fire, and after the fire a small voice. And it was so when Elijah
heard it, and then that he wrapped his face in his mantle and went out and stood in the entering or in of the cave. And behold, there came a voice unto him, what are you doing here, Elijah? Let me tell you, പല പ്രാവശ്യം ഡിസ്കറേജ് ആയിരിക്കുമ്പോൾ ഈ ഒരു ശബ്ദം, ഫയർ പ്രതീക്ഷിക്കുമായിരിക്കും. നമ്മൾ ഫയർ വരുത്തില്ലായിരിക്കും, ഫയറിനകത്ത് ദൈവം കാണത്തില്ല. വലിയ വലിയ സംഭവങ്ങൾ പ്രതീക്ഷിക്കുക, ഒന്നും കാണത്തില്ല. Tune yourself to the whispering voice of Jesus Christ, and he will definitely talk to you. How many of you have experienced this whispering voice of Jesus Christ? നിരാശപ്പെട്ടു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനത്തിനായി ഒരുമിച്ച് സ്തോത്രം ചെയ്യാൻ പറ്റുമോന്ന്. And God speak to us. God has done this before. He do this now, and he will ever continue to do this. ദൈവം സംസാരിക്കും. ദൈവം. ഒന്നാമത്തെ കാര്യം, നമ്മൾ തന്നെ ദൈവത്തിൽ ധൈര്യപ്പെടുവീൻ. രണ്ടാമത്തെ കാര്യം, ദൈവവചനത്തിൽ ധൈര്യപ്പെടുവീൻ. മൂന്നാമത്തെ കാര്യം, കർത്താവിന്റെ വാക്കിൽ ധൈര്യപ്പെടുവീൻ. നാലാമത്തെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ഈ സമയത്ത് നമ്മൾ ആരും ചെയ്യാത്തൊരു കാര്യം എന്തോ അറിയാമോ? Hebrew 10:25. Hebrew 10:25. ആ ധൈര്യപ്പെട്ടു പോകുമ്പോൾ എന്തോ ചെയ്യണം? എന്തോ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിലും സൽപ്രവൃത്തിയിലും ഉത്സാഹം വർദ്ധിപ്പിക്കുവിൻ. അപ്പൊ ഉത്സാഹം വർദ്ധിക്കുന്ന ഇവിടെ അടുത്ത ഭാഗം കൂടി വരുമ്പോൾ, സഭായോഗത്തിൽ കൂടി വരുമ്പോൾ. So fourth thing is, make your church attendance regular when you are discouraged. But the tendency is opposite. When we are discouraged, we will say, I don't want to meet anybody, I don't want to go there, I don't feel like doing this. Let me tell you, break that chain. Come to the presence of God. You don't know, a small exhortation, a small testimony can revive you back to your courage. Amen. And the fifth thing, and the most important thing, is never forget the power of prayer during the time of discouragement. Never forget the power of prayer. പ്രാർത്ഥനയുടെ ശക്തി ഒരിക്കലും മറന്നു പോകല്ലേ. ഡിസ്കറേജ് ആകുമ്പോൾ മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തോട് സംസാരിച്ചു കൊടുക്കുക. പ്രാർത്ഥനയിൽ ഒന്ന് സമയം വിടാമോ? Nehemiah chapter 4 is a full guarantee of what prayer can do. ആൾക്കാർ മൊത്തമായി ധൈര്യപ്പെട്ടു, അവർക്കാർക്കും മതിൽ പണിയാതിരിക്കുമ്പോൾ നെഹമായ പ്രാർത്ഥനയിൽ ആൾക്കാരോട് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു, ദൈവം അവർക്ക് ഒരു പുതിയ കറേജ് കൊടുത്തു. ഇന്നും ഈ 4 കാര്യം നമുക്ക് വേണം. ദൈവമക്കളെ, ഈ നിരാശയുടെ അടിത്തട്ടിൽ കിടക്കുമ്പോൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ ഈ കർത്താവിന്റെ കരങ്ങളിലേക്ക്? God is allowing us to go through this test to know how much faith do we have. നമുക്ക് എത്ര വിശ്വാസമുണ്ട്, ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം എത്രയുമുണ്ട്, ദൈവത്തിലുള്ള നമ്മുടെ കർത്താവിനുള്ള സ്നേഹം എത്രയുണ്ട്, ദൈവത്തിലുള്ള വിളിയും ഉറപ്പും എത്രയുണ്ട്. ഈ ടെസ്റ്റിൽ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും ഇന്നുണ്ടെങ്കിൽ കർത്താവിൽ ധൈര്യപ്പെടുവീൻ. വചനത്തിൽ ഒന്ന് ബാക്ക് ടു ബൈബിൾ ആയി തീരാം. Wait to hear the voice of God, and let us make our fellowships important, and then let us not forget to pray in a situation like this. Hallelujah. ഈ ഡിസ്കറേജ്മെന്റ് ടെസ്റ്റിൽ ദൈവം നമ്മളോട് ഉദ്ദേശിക്കുന്ന ഈ 5 കാര്യത്തിൽ നാം പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ആരും പരാജയപ്പെട്ടു പോകാതെ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ, ദൈവത്തിലേക്ക് ഒന്ന് ബലപ്പെടുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഉത്സാഹം തീർന്നു പോയ അവസ്ഥ എവിടെങ്കിലും ഉണ്ടോ? ആത്മീകത്തിൽ പാട്ടുപാടാൻ, വചനം വായിക്കാൻ, പ്രാർത്ഥിക്കാൻ, സഭായോഗങ്ങൾ, ആത്മീകത്തിൽ ഉത്സാഹം കുറഞ്ഞു പോയ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതാ നിരുത്സാഹം, അതാ നമ്മുടെ ജീവിതത്തിലെ അധൈര്യപ്പെടുന്ന ഒരു ഡിസ്കറേജ്മെന്റ്. അതിന്റെ കാരണം എന്തുമായിക്കോട്ടെ, ഇതാ എന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എത്ര പേർ ഇന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ, I want to strengthen myself, encourage myself in the Lord. ഒരു നിമിഷം ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Number 1, let us strengthen ourselves in the Lord. Let us get back to the word of God.
let us listen the voice of the Lord rather than the voice of man. Let us make fellowships our priority, and let us not forget to pray. May God bless us all with these words. As we listen to this word, dedicate and submit ourselves. Pastor John Pennicott.